മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. നീ എന്നെ ഫോണിൽ വിളിക്കാറായോടി പുല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടില്ലെങ്കിൽ നീ വിവരം അറിയും മോനെ എന്ന് പറയും. നീ എന്ത് ചെയ്യോടി എന്ന് ചോദിക്കും. ഞാൻ നിൻ്റെ അച്ഛനെയും കൊണ്ട് നിൻ്റെ മുറിയിലേക്ക് കയറി വരും. എന്നാൽ നീ വാടി, എനിക്കൊരു പുല്ലും ഇല്ല എന്ന് പറയും. നീ എന്നെ ഭീഷണിപ്പെടുത്താറായോ എന്ന് പറയും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ല, ഇന്ന് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരിക്കുമ്പോൾ നിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പറയോടാന്ന് പറയും. നീ പോയി പറയടി എന്നും പറയും. അപ്പോഴും ഒരു പേടിയുമില്ല രോഹിത്തിന്. അപ്പോൾ പറയും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ നീ മൈക്ക് വെച്ച് മൈതാനത്ത് പോയി വിളിച്ച് പറയടി എന്ന് പറയും. പോലീസുകാരോട് ആദ്യം ഒന്ന് തെറ്റിപ്പിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് സത്യങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് മുന്നേ നിൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയും. നിനക്ക് എന്താടി വേണ്ടതെന്ന് ചോദിക്കും. ആളൊന്ന് അയഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും, എനിക്ക് എൻ്റെ ഫോൺ വേണമെന്ന് പറയും. അത് എന്താ പറയുക, മര്യാദയ്ക്ക് എന്നോട് സോറി പറഞ്ഞ് എൻ്റെ ഫോൺ എനിക്ക് തിരിച്ചു തരണം. നാളെ രാത്രി 9 മണിക്കുള്ളിൽ എൻ്റെ ഫോൺ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറയും. എന്നിട്ട് ഫോൺ വയ്ക്കും. അങ്ങനെ നമ്മുടെ രോഹിത് ആ ഫോൺ വലിച്ചെറിയുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്നിട്ട് ടെൻഷൻ അടിച്ച് ഹരീനെ വിളിക്കും. ഹരിയെങ്കിൽ ഫോൺ എടുക്കില്ല. അപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ നേരെ ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ നേരെ അലീനേൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അലീനോട് പറയും, ആ ഫോൺ ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, അത് ഹരി എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. അതെനിക്ക് മനസ്സിലായി. അതെന്ത് ചെയ്തെന്നാണ് ചോദിച്ചതെന്ന് പറയും. അതവൻ പുഴയിൽ എറിഞ്ഞ് കളഞ്ഞു എന്ന് പറയും. സത്യമാണോ നീ പറയണേന്ന് ചോദിക്കും. എനിക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഫോൺ വേറെ മേടിച്ച് തരാമെന്ന് പറയും. വേണ്ട, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതിൻ്റെ വില നിനക്കറിയില്ല. ഞാനതൊരു അമൂല്യ വസ്തുവായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമായിരുന്നു അത് എന്ന് പറയും. എന്നിട്ട് നിനക്കിപ്പോഴും എന്നോടൊരു ഇത് തോന്നുന്നില്ലല്ലേ എന്ന് പറയും. എന്ത് എന്ന് ചോദിക്കും. നിനക്കൊരു മനസാക്ഷി കുത്തിയില്ലേടാ, നീ ചെയ്ത തെണ്ടിത്തരം തെറ്റും എത്ര വലുതാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും. ഞാൻ 1 2 തവണ ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇനി നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. ഒരു തവണയും കൂടി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ആ ഹരിശങ്കറിൻ്റെ കൂട്ട് വിട്ടോ, അല്ലെങ്കിൽ നിന്നെ അവൻ ജയിലിൽ കയറ്റും എന്ന് ഉറപ്പം. അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. നിനക്ക് എന്നോട് സോറി പറയണമെന്നില്ലേ എന്ന് ചോദിക്കും. പറയും, നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് പറയും. വേണ്ട, അങ്ങനെ നിർബന്ധിച്ച് എനിക്ക് നിൻ്റെ സോറി കേൾക്കണ്ടെന്ന് പറയും. അങ്ങനെ രോഹിത് മുകളിലേക്ക് കയറിപ്പോവും. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ബബിതയും കൃഷ്ണമോളും സ്കൂളിലേക്ക് പോണ്. ഇറങ്ങണ വഴിക്കായിരിക്കും നമ്മുടെ മനു വരുന്നുണ്ട്. ഹായ് മനുവേട്ടാ എന്ന് വിളിച്ച് 2 പേരും സംസാരിച്ച് സ്കൂളിലേക്ക് പോകാൻ നേരം വൈകിയെന്ന് പറഞ്ഞ് അവർ പോകും. ബാലചന്ദ്രൻ വരുന്ന, നീ എപ്പോൾ വന്നടാ? നീ വീട്ടിൽ വന്നിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് എറണാകുളത്തുനിന്ന്, അതോ നേരിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ മനു മറുപടി പറയാൻ പോവുമായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് രോഹിത് ക്ലാസ്സിന് പോകാൻ വേണ്ടി വരികയായിരിക്കും. രോഹിത്തിനെ കണ്ടോടുകൂടി മനുവിൻ്റെ മുഖം മാറുന്നത് ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിന് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള വഴി കൊടുക്കാതെ കോണിപ്പടിയിൽ അവിടെ പിടിച്ച് നിന്നിട്ട് പറയും, നിന്നെ ഞാനൊന്ന് കാണാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയും. ഇപ്പോൾ കണ്ടില്ലേന്ന് ചോദിക്കും. ഇങ്ങനെ കണ്ടാൽ പോരടാ, നിന്നെ ശരിക്കൊന്ന് കാണണം എന്ന് പറയും. അതൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കൺഫ്യൂഷനോടുകൂടി തന്നെ. അതിനുശേഷം രോഹിത് വഴി മാറി കൊടുക്കും. മനു, എന്താടാ മനു, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. ഞാൻ പൊട്ടനാണെന്ന് നീ വിചാരിക്കരുതിട്ടാ മനു എന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയും. ആ സമയത്ത് പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് വൈജി ഇറങ്ങി വരുന്നുണ്ട്. മനു, നീ എപ്പോൾ വന്നേ എന്ന് ചോദിക്കും. വന്നോളൂ എന്ന് പറയും. നീ എന്തിനാടാ അവളെ താങ്ങി ഇങ്ങനെ നടക്കുന്നത്? അവളെ കാണാനാണോ നീ കൂടെ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. അതെ, അലീനനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അലീനെ ചായ കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആജ്ഞാപിക്കും. കൊണ്ടുവരുന്നെന്ന് പറയും. അപ്പം പറയും, അവൾക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യത്തിനൊക്കെ റെസ്റ്റ് ഉണ്ട്. ആൻറ്റിയുടെ ഉദ്ദേശത്തിലുള്ള റെസ്റ്റ് അല്ല ഞാൻ ഈ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ അലീന പെട്ടെന്ന്, മനുവേട്ട ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പൊട്ടിത്തെറിക്കിന് അലീനയോട്, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ മനുവേട്ടാന്ന് വിളിക്കരുതെന്ന്, സാറേന്ന് വിളിക്കണം എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ അലീന ആകെ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ മനു പറയും, അതെ ആൻറ്റി, ഞാനാണ് ഇവളോട് പറഞ്ഞത് എന്നെ സാറേന്ന് വിളിക്കേണ്ടതെന്ന്. എനിക്ക് ഈ സാറേ വിളി അത്ര ഇഷ്ടമല്ല. സ്വയം താഴാൻ ഉദ്ദേശിച്ച ആൾക്കാരോട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ എന്നും പറയും. വില താഴ്ത്തി ജീവിക്കുന്ന ആൾക്കാർ എന്നിങ്ങനെ മനുവിനെ പരിഹസിക്കും. എനിക്ക് ഇത്തിരി വില കുറവുണ്ടെന്ന് പറയും. അലീന വേഗം അവിടെ നിന്ന് സ്ഥലം വിടും. എന്നിട്ട് പറയും, ഇങ്ങനെ റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനുവും വൈജയന്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി തർക്കിക്കുന്നു. നീ എന്നായിട്ട് തർക്കിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. ഞാൻ അവളോടൊന്ന് പറഞ്ഞയച്ചാലോ എന്ന് ചോദിക്കും. എങ്കിൽ വളരെ എളുപ്പമായി. പറഞ്ഞയക്കുന്ന സമയം അറിഞ്ഞാൽ മതി, ഞാൻ അവളെ വന്ന് കൊണ്ടുപോയിക്കോളാം. നീ എവിടേക്ക് കൊണ്ടുപോകും? അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ല. ആൻറ്റി ഉപേക്ഷിച്ച് കളഞ്ഞൊരു സാധനം ഞാൻ എടുത്തുകൊണ്ട് പോയി എവിടെ കൊണ്ടുപോയാലും ആൻറ്റിക്ക് എന്താ കുഴപ്പം? നിനക്ക് എന്തിൻ്റെ സൂക്കേടാടാന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ കൊണ്ടുവന്നത് ഞാനാണ്, അത് ആൻറ്റി മറന്നുപോയി. ഇപ്പോൾ അവൾ ഹോസ്പിറ്റലിലായപ്പോൾ അവളെ നോക്കിയത് ഞാൻ തന്നെയാണ്, അതും ആൻറ്റി മറന്നെന്ന് പറയും.
വൈജയന്തി പെട്ടെന്ന് ചായ മുഴുവിച്ച് കുടിക്കാണ്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകും. പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ചെല്ലുന്നുണ്ട്. അതിന് മുന്നേ അലീന ചായ കൊടുക്കുന്നുണ്ട് മനുവിന്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് മുറിയിൽ ചെന്ന് ഗുളിക കഴിക്കും. നേരത്തെ കഴിക്കേണ്ടതായിരുന്നു മുത്തശ്ശി, ഞാൻ മറന്ന്. ആ, നീ മറക്കും, നീ നിൻ്റെ കാര്യം നോക്കാൻ മറക്കും, മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടക്കല്ലേ എന്ന് പറയും. പെട്ടെന്ന് തന്നെ മുത്തശ്ശി ചോദിക്കും, മോളെ മനു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ, മനുവേട്ടൻ വന്നിട്ടുണ്ട് മുത്തശ്ശി, അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ, അവൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയും. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു വരും. ഹായ് സൗദാമിനി അമ്മേ എന്ന് പറയും. ആ, മോനെ നീ വാടാന്ന് പറയും. സൗദു സൗദ സൗ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശിനെ കളിയാക്കണം. കണ്ട, ഇവൻ എന്നെ ഇങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ, ഇവൻ്റെ മടിയിൽ വെച്ച് എന്നെ പേരിട്ട പോലെ ഇല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ്. അതേ മുത്തശ്ശി സ്നേഹം കൊണ്ടിടുന്ന് അലീന പറയും. അതെ അതെ എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പറയും, അലീന ആസ്പത്രിയിലായപ്പോൾ മുത്തശ്ശി എന്തായിരുന്നു മുത്തശ്ശിയുടെ അവസ്ഥ എന്നപ്പോൾ, എൻ്റെ പൊന്നുമോനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചടാ, ഇവൾക്ക് ഒന്നും പറ്റാണ്ടിരിക്കുക, ഞാൻ മുകളിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് പറയും. അതെയോ എന്ന് പറയും. ആ, എന്നിട്ട് കരയും. നിനക്കറിയാഞ്ഞിട്ടേണ്ട, സങ്കടങ്ങൾ പറയാനും നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു മിണ്ടാനും പറയാനും ആരില്ലെങ്കിലത്തെ അവസ്ഥ മോനെ അറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും, അലീനോട് ചോദിക്കും മനു നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്ത, സ്വിച്ച് ഓഫ് ആണല്ലോ, അത് കാണുന്നില്ല ഇവിടെ എന്ന് പറയും. അത് നഷ്ടപ്പെട്ടു, അത് അവന്മാരെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും. അവന്മാരോ, ഏതവന്മാർ എന്ന് ചോദിക്കും മുത്തശ്ശി. മുത്തശ്ശി അത് ഇവളോട് ദേഷ്യമുള്ളവരുണ്ടല്ലോ ഇവിടെ, അവരെടുത്ത് കളഞ്ഞതാവുന്നാണ് ഞാൻ പറഞ്ഞത്. ആ, അലീനയ്ക്ക് വേറെ ഫോൺ വേണോ എന്ന് ചോദിക്കും. ഏയ് ഇനിയിപ്പോൾ എന്തിനാ മോനെ, എൻ്റെ ഫോൺ ഉണ്ടല്ലോ, ഇത് അവൾ എടുത്തോട്ടെ, എനിക്ക് എന്തിനാടാ ഫോൺ, വേറെ ആരെ വിളിക്കാനാണ്, ഇത് മതി എന്ന് പറയും. ഇത് മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന ആ അത് മതി എന്ന് പറയും. അതിനുശേഷം പറയും, അതിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകണമെന്ന് പറയും. ആണോ, പറഞ്ഞയക്കാൻ പോകണ വൈജാന്ന് പറയും. ആ, ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലേ ഞാനിവളെ വന്ന് കാറിന് വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അതോടുകൂടി ഒന്ന് അടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോകണം മനു അലീനയ്ക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മുത്തശ്ശി പറയുന്നുണ്ടാവും, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവും വെളിച്ചവും പ്രകാശവും അങ്ങനെ എല്ലാം കൂടിയാണല്ലേ മോളെ എന്ന് പറയും. അതെ എന്ന് പറയും. അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ്ക്ക് കൃമികടീന്, അതുകൊണ്ടാണ് ഇവളെ പറഞ്ഞയക്കാൻ നോക്കണേന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ വൈജയന്തി പേപ്പറും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അലീനനെ വിളിക്കുന്നത്. അലീന എന്ന് പറയും, എന്തേ വരുന്നതെന്ന് പറയും. എന്തുമാത്രം കാശനായത്, എന്തൊരു കഷ്ടമാണ്, എങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അലീനയുടെ ഹോസ്പിറ്റൽ ബില്ലാണ് നോക്കണത് വൈജയന്തി. അങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് നോക്കുന്നു. എനിക്കറിയോ എത്ര ലക്ഷം രൂപ ചിലവായി എന്നറിയോ, 1.25 ലക്ഷം രൂപ ചിലവായി എന്ന് പറയും. ആ, സാറിൻ്റെ കയ്യിൽ ആ നേരത്തെ ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനായിരുന്നല്ലേ, കുറേ ചോരയും നഷ്ടപ്പെട്ടു. അതെ, ചോര നഷ്ടപ്പെട്ടതിന് ചോര കയറ്റിയിട്ടുണ്ട്, അതിൻ്റെ കാശും കൂടി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നീ എങ്ങനെ തന്ന് വിട്ടു എന്ന് പറയും. പണിയെടുത്ത് എത്ര നാൾ പണിയെടുത്ത് വിട്ടും, അതിന് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോകല്ലേ മേഡം എന്ന് പറയും. അത് ശരിയല്ല, നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ പിന്നെ ഈ കാശ് എങ്ങനെ കിട്ടും, ഞാനിപ്പോൾ പൊക്കോട്ടെ എന്ന് ചോദിക്കും. എവിടേക്ക്, അടുക്കളയിലേക്ക്, നിനക്കെന്താ ധൃതി, നീ ഇവിടെ നിൽക്ക് എന്ന് പറയും, നീ ഇതൊക്കെ കാണേണ്ടതാണെന്ന് പറയും. അങ്ങനെ ഒരേ ബില്ലെടുത്ത് കഴിഞ്ഞിട്ട് നോക്കണ്. അപ്പോൾ നമ്മുടെ വൈജയന്തിക്ക് എനിക്ക് ഒരേ ബില്ല് കാണാൻ ഇങ്ങനെ തല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ശമ്പളം കൂട്ടണ്, ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ ബാക്കി എത്ര ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നു. ചിരിച്ച് ഉള്ളിൽ പരിഹാസവും പുറത്ത് ചിരിയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.